ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ചേമ്പിന്റെ ഇലയും അതുപോലെ അതിന്റെ തണ്ടും ഇവ രണ്ടും ചേർത്തുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ കാണുന്ന ചേമ്പിന്റെ തണ്ടും ഇലയും കൊണ്ട് തന്നെയാണ് ഇവിടെ ഞാൻ ഈ ഒരു തോരനും തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് പൂർണ്ണമായിട്ടും ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പൊ ഈ ചേമ്പിലെ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു 5 ചേമ്പിന്റെ തണ്ടും അതുപോലെ തന്നെ ഒരു 3 ചേമ്പിന്റെ ഇലയും എടുത്തിട്ടുണ്ട്. ഇത് കഴുകിയെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ഈ രീതിയിലാണ് ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുക്കേണ്ടത്. അധികം വലിപ്പമാകാനോ വലിപ്പം കുറയാനോ പാടില്ല. ഇനി ഇതിനകത്ത് ചേർക്കേണ്ട മസാലകൾ എന്ന് പറയുന്നത് തേങ്ങ ചീകിയത്, അതുപോലെ തന്നെ സവോള ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, ഏകദേശം ഒരു 5 പച്ചമുളക് മാത്രം മതി. പിന്നെ വേണ്ടത് ചെറിയ ജീരകം. ഇത്രയാണ് നമുക്ക് ആദ്യം വേണ്ട മസാലകൾ. അപ്പൊ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പിന്റെ ഇലയും അതുപോലെ തന്നെ തണ്ടിലും ഈ ഒരു മസാല എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. കാരണം തേങ്ങാപ്പീര, സവോള, പച്ചമുളക്, ജീരകം ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ, ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. കാരണം ചേമ്പിന്റെ തണ്ടിലും ആ ഇലയിലും എല്ലാം നല്ലപോലെ ഈ മസാല എല്ലാം നല്ലപോലെ അല്പം പ്രസ് ചെയ്ത് ഒന്ന് ഞെരടി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ ആ ഒരു ചേമ്പിന്റെ തണ്ടും ഇലയെല്ലാം ആ ഒരു മസാലയായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. പിന്നീട് നമുക്ക് സ്റ്റൗവിൽ ഇതുപോലെ ഒരു പാത്രം വെച്ച് കൊടുക്കുക. പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് ഒന്ന് പൊട്ടാൻ വേണ്ടി നമുക്ക് അല്പം വെയിറ്റ് ചെയ്യാം. ഒരു 1.5 മിനിറ്റ് കൊണ്ട് തന്നെ കടുവെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഉഴുന്നുപരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 സ്പൂൺ ഉഴുന്നുപരിപ്പോടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് ഒരു അല്പസമയം വെയിറ്റ് ചെയ്യുക. കാരണം ആ ഉഴുന്നുപരിപ്പെല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ. ഇപ്പൊ നമ്മുടെ ഉഴുന്നുപരിപ്പെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മസാല ചേർത്ത് വെച്ചിരിക്കുന്ന ചേമ്പിന്റെ തണ്ടും ഇലയും ഈ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് കൊടുക്കുക. അപ്പൊ ഇളക്കി എല്ലാം കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇതൊരു പാത്രത്തിന്റെ അടപ്പ് വെച്ച് ഒന്ന് അടച്ച് ഒരു 5 മിനിറ്റ് സമയം ഒന്ന് വേവിക്കാനായി വെച്ചു കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ ഒരു തോരൻ എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഒപ്പം അതിന്റെ അഭിപ്രായം എൻ്റെ കമന്റ് ബോക്സിലും ഒന്ന് അറിയിക്കുക. ഇപ്പൊ ഒരു 5 മിനിറ്റ് സമയത്തോളം ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ മൂടി ഒന്ന് തുറന്നു നോക്കാം. അപ്പൊ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു വെള്ളമെല്ലാം നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടും ആ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. അങ്ങനെ പൂർണ്ണമായിട്ടും വറ്റിച്ചെടുക്കുന്നതിന് വേണ്ടി നമുക്കിത് വീണ്ടും ഒന്ന് പാത്രം ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് സമയം കൂടി ഒന്ന് വേവിക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ വീണ്ടും ഒരു അതേപോലെ ആ മൂടി തന്നെ ഇതിന്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കാരണം ഇതിനകത്ത് ആ ഒരു വെള്ളത്തിന്റെ അംശങ്ങൾ പൂർണ്ണമായിട്ടും മാറി കിട്ടണം. ഇപ്പൊ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആ മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ ഏകദേശം പൂർണ്ണമായിട്ടും ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു അംശങ്ങളെല്ലാം പരിപൂർണമായിട്ട് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇത് നല്ലതുപോലെ ഒരു 1-2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇത് അല്പം ഒന്ന് നല്ല ഡ്രൈ ആയി വരുന്നതിന് വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത്. ചേമ്പിന്റെ തണ്ട് ഇലയും കൊണ്ടുള്ള ഈ ചേമ്പിലെ തോരൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റുക. എന്നിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു തോരൻ തന്നെയാണിത്. നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ ധാരാളം നമ്മുടെ വീട്ടിലൊക്കെ ചേമ്പ് കിട്ടാൻ ഉണ്ട്. അപ്പൊ നമുക്കതൊന്ന് പെട്ടെന്ന് ഒരു തോരൻ വേണമെന്ന് വെച്ചാൽ ഇതെടുത്ത് ഒരു തോരൻ ഇതേപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ